പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ നഗരസഭാ അധ്യക്ഷന്റെ ഫോൺ സംഭാഷണം വിവാദത്തിലായിരിക്കുകയാണ് കേട്ടോ. വീട്ടിക്കാട് മലയിലെ ക്രഷർ യൂണിറ്റിൽ നിന്ന് പണം വാങ്ങുന്നതിനെ ചൊല്ലിയുള്ള പി രാമചന്ദ്രന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. ക്രഷറിൽ നിന്ന് പാർട്ടി പണം ആവശ്യപ്പെടണമെന്നും ഉത്സവ കമ്മിറ്റിക്ക് ലക്ഷങ്ങൾ നൽകിയതാണെന്നുമാണ് ഈ സംഭാഷണം. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അബദ്ധത്തിൽ രാമചന്ദ്രൻ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത്. ആ പൈസ നമ്മളെടുത്ത് നമുക്ക് 1 ലക്ഷം രൂപ ഫണ്ട് കൊടുക്കുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ് 1 ലക്ഷം നമ്മളെ പൈസ കുറച്ച് പൈസ ഒക്കെ ഉണ്ട്. നമുക്ക് അവർക്ക് ആ പൈസ നല്ല സുഖമായിട്ടുണ്ട്. പുറത്ത് വാങ്ങിയ ചെലവാക്കും ചെയ്യാം. ഇതൊക്കെ അവിടുന്ന് പോരണേ. APM ഇപ്പൊ പറഞ്ഞു ചെഞ്ഞി നമ്മളവിടെ കേന്ദ്രം ഇപ്പൊ അതുകൊണ്ട് ഓരോ കമ്പനിക്കാർ 5 ലക്ഷം രൂപ കൊടുക്കില്ല. 1 ലക്ഷം കൊടുക്കുക 5 ലക്ഷം തന്നിങ്ങൾ കൊടുത്തൂല്ലേ? 5 ലക്ഷം കൊടുക്കില്ലേ? 5 ലക്ഷം മാസം പോലും വാങ്ങി 5 ലക്ഷം. അതവിടെ ആള് പഠിപ്പിച്ചപ്പെട്ട പാർട്ടി പഠിക്കാനുള്ളവർക്ക് പാർട്ടി ഒത്താശിക്കൊണ്ട പഠിക്കാത്തേ. ഗോകുൽ VS ആണ് നമുക്കിപ്പം പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇതാണ് പറയുന്നത്, നോക്കിയും കണ്ടും ഏത് ഗ്രൂപ്പിലേക്കാണ് അയക്കുന്നത് മെസ്സേജ് എന്നൊക്കെ ശ്രദ്ധിക്കണമെന്ന്. ഇത് അബദ്ധത്തിൽ വന്നതാണ്. അതായത് ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുമ്പോൾ അറിയാതെ വോയിസ് ചാറ്റ് ഓണായി അത് ഈ ഗ്രൂപ്പിൽ വന്നതാണ് ഈ ശബ്ദം പുറത്തു വന്നത്. ഇത് ശബ്ദത്തിൽ പറയുന്നത് ഒരു പൂര കമ്മിറ്റിക്ക് അവർ 5 ലക്ഷം രൂപ നൽകി, 1 ലക്ഷം രൂപ ചോദിച്ചു. അപ്പോൾ 1 ലക്ഷം രൂപ പോരെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങി എന്നുള്ളതാണ്. നമ്മളും അത് സമാനമായി വാങ്ങണം. ഇപ്പോൾ പാർട്ടി ഒന്നും ഇവർക്ക് പേടിയില്ല, പാർട്ടി ഇതിനൊക്കെ ഒത്താശ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പേടിയില്ലാതായതെന്നാണ് ഈ സംഭാഷണത്തിൽ പറയുന്നത്. ഏതായാലും സംഭാഷണം വിവാദമായി UDF അടക്കം ഇതിൽ പ്രതിഷേധവുമായി ഇന്ന് രംഗത്ത് വരുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നഗരസഭയുടെ മുന്നിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ UDFിൽ നിന്നും ഒക്കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വോയിസ് ക്ലിപ്പ് വന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫോൺ നമ്മൾ ശ്രദ്ധിക്കണം. ചില സമയത്തൊക്കെ അബദ്ധത്തിൽ ഇങ്ങനെ പോകുന്നതൊക്കെ വിനയാകുന്ന കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ അദ്ദേഹം പറയുന്നത് താൻ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കുറേ ആളുകൾ വാങ്ങി എന്നുള്ള കേട്ടുകേൾവി ഒരു സുഹൃത്തിനോട് സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. അതിനിടയിൽ അറിയാതെ ഫോണിൻ്റെ ശബ്ദം പുറത്തേക്ക് വന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ പാർട്ടിയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഈ വിവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും എന്തായാലും ആ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. പക്ഷേ തമാശയ്ക്കും ഇതിനുമപ്പുറം നമ്മുടെ പാർട്ടികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന് കൂടെ തെളിവ് കൂടിയാണ് കേട്ടോ ഇത്.